Good afternoon all. Okay, കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓണാണ് കേട്ടോ, അൺമ്യൂട്ടാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഇവിടെ വരെയായിട്ട് നിർത്തിയത് വരെയെടുത്തെത്തിയത് നോക്കിയില്ലേ? ICU admission. Okay. ICU admission criteria വരെയാണ് എടുത്ത് നിർത്തിയത്. ഓക്കെ, അപ്പൊ നമ്മള് ICU എന്താന്നൊക്കെ ഉള്ള കാര്യം കണ്ടു. അവിടെ മോസ്റ്റ്ലി ആരൊക്കെയാണ് അല്ലെ നമ്മള് അഡ്മിഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ആണ്. ഓക്കെ, ഇന്നത്തോടുകൂടി നമുക്ക് ICU ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ആണ്. ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം അല്ലെ? പഠിച്ചു പോകാൻ തന്നെ ശ്രമിക്കാം കേട്ടോ. മോസ്റ്റ്ലി തന്നെ ഒന്നിച്ച് ബർഡനായിട്ട് വെക്കാതെ അത്യാവശ്യം എല്ലാവരും കുറേശ്ശെ എടുത്ത് പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ ക്യാച്ച് ചെയ്ത് പോകാൻ തന്നെ ശ്രമിക്കാം. ഇപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതില് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പ്രൊസീജിയേഴ്സ് അല്ലെ, ICUവിന്റെ യഥാർത്ഥത്തിലുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. കണക്ഷൻ വിത്ത് ദ parent unit is necessary for proper treatment of patients in ICU. ICUയിൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് ലഭ്യമാകേണ്ടത് പേഷ്യൻസിന്. കാരണം ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് അല്ലെ. അവിടെ പ്രധാനമായിട്ട് പറയാണ് ഒരു പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്? അതായത് ഈ ഒരു പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണുമായിട്ട് അല്ലെ അവിടെ നല്ലൊരു ബന്ധം അവിടെ കീപ്പ് ചെയ്ത് പോകണം അല്ലെ. നമ്മളെപ്പോഴും ICUവിൽ നിന്ന് വന്നിട്ട് പിന്നെ പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ഏതാന്നല്ലേ നമ്മൾ ആദ്യം തന്നെ തിരക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ അതായത് ഒരു പാരന്റൽ കെയർ അവിടെ ഉണ്ടായിരിക്കണം ICU യൂണിറ്റില്. തീർച്ചയായിട്ടും അത് ബൈസ്റ്റാൻഡർ അല്ലെ, നമ്മളെപ്പോഴും പറയും ബൈസ്റ്റാൻഡർ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരായിട്ട് നല്ലൊരു ബന്ധം അവിടെ പുലർത്തിപ്പോണം അല്ലെ. ഏത് ആവശ്യത്തിനും ഒരുപക്ഷെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടും നമുക്കറിയാം ബൈസ്റ്റാൻഡറിനെ എപ്പോഴും അല്ലെ കൂട്ടിമുട്ടേണ്ടതുണ്ടാവും. അപ്പൊ ആ ഒരു പാരന്റ് ആയിട്ടുള്ള യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഫസ്റ്റ് പ്രൊസീജിയർ പറയുന്നത് കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഇസ് നെസസറി ഫോർ എ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. ICUയില് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പാരന്റ് യൂണിറ്റ് അവിടെ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഓക്കെ, പാരന്റ് യൂണിറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ routine ICU rounds shall be held in the morning at 9 to 11 AM under. ഓക്കെ, ഒന്നുകൂടി നോക്കാം. പാരന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബൈസ്റ്റാൻഡറുമായിട്ട് ഒരു ബന്ധം അവിടെ സ്ഥാപിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റുമായിട്ട് ഒരു ബൈസ്റ്റാൻഡർ ബന്ധം, അതായത് ആ പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ആ കണക്ഷനെയാണ് പാരന്റ് യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്, ബൈസ്റ്റാൻഡർ എന്നുള്ള കണക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ routine ICU rounds shall be held in morning at 9 to 11 AM under whom patient is admitted. ഓക്കെ, ഏത് പേഷ്യന്റ് ആണെങ്കിലും ആരുടെ പേഷ്യന്റ് ആണെങ്കിലും
അല്ലെ 9 to 11 ടൈമിൽ അവിടെ റൗണ്ട്സിന് പോകേണ്ടത്. റൗണ്ട്സ് അവിടെ കൃത്യമായിട്ട് നടന്നിരിക്കണം തീർച്ചയായിട്ടും. അതായത് റൗണ്ട്സിന് വരുന്ന അനുസരിച്ചിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് ഫോളോ അപ്പുകൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ റുട്ടീൻ ICU റൗണ്ട്സ് ഷാൽ ബി ഹെൽഡ് ഇൻ മോർണിംഗ് at 9 to 11 AM under home patient is admitted. ആ ടൈം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നോട്ട് ചെയ്ത് വെക്കുക ഏത് ടൈമിലാണ് റൗണ്ട്സ് കൈകാര്യം ചെയ്ത് പോകുന്നത്. 9 to 11 AM. The main decision regarding a treatment is taken in these rounds. ഈ റൗണ്ട്സിനോടൊപ്പമാണ് തീരുമാനങ്ങളൊക്കെ എടുത്തെടുത്ത് പോകുന്നത് അല്ലെ. ഓരോ റൗണ്ട്സ് കഴിയുമ്പോഴാണ് പേഷ്യന്റിന്റെ നില തൃപ്തികരമാണോ, കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക, ഒരു തീരുമാനം എടുക്കാനായിട്ടൊക്കെ പറ്റുന്നത് ഈ ഒരു റൗണ്ട്സിന് ശേഷമാണ്. ഈ റൗണ്ട്സിനോടൊപ്പമാണ് അതിനുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആ ടൈം ഓർത്ത് വെക്കുക 9 to 11 AM. തേർഡ് പോയിന്റ് നോക്കാം. The treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to patient. Okay, നമുക്കറിയാം ഈ കാര്യങ്ങളെല്ലാം അല്ലെ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ്, അതായത് നമുക്കറിയാം അല്ല അല്ലെ മാസ്റ്റർ ഇതെടുത്തേക്കുന്ന വ്യക്തി അല്ലെ, ആ ഒരു സീനിയർ റെസിഡന്റ് തന്നെ, ആ ഡോക്ടർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിട്ടേൺ ആയിട്ട് എഴുതി കൈകാര്യം ചെയ്ത് പോകേണ്ടത്. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. കാരണം നമുക്കറിയാം ICU ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ the treatment initiated to patients is written by the senior resident posted ICU. Extensive care is given to the patient. In case പേഷ്യന്റിന് കുറച്ചും കൂടി വിപുലമായ പരിചരണം വേണോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ആ ICU ഡോക്ടർ തന്നെയാണ് അത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കേണ്ടത്. Okay, the treatment initiated to patient is written by the senior resident. അത് ശ്രദ്ധിക്കുക, സീനിയർ റെസിഡന്റ് ആണ് അവിടെ എഴുതി തയ്യാറാക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് ICU എക്സ്റ്റെൻസീവ് കെയർ അല്ലെ, കുറച്ചും കൂടി വിപുലമായിട്ടുള്ള കെയർ ഒക്കെ പേഷ്യന്റിന് വേണോ എന്നുള്ളതൊക്കെ എഴുതി തയ്യാറാക്കേണ്ടത് സീനിയർ റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ആരാണ് ഇത് തയ്യാറാക്കണേ എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക, സീനിയർ റെസിഡന്റ് ആണ്. ആ ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 to 11 AM. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തോ? 2 പോയിന്റും ഒക്കെയാണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, നമ്മൾ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിൽ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ രോഗിയെ ICU നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിന്റെ നടപടിക്രമം. പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് കെയർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. ഓക്കെ, അവൻ പേഷ്യന്റ് റിക്കവർ ആണെങ്കിൽ അല്ലെ, നമ്മൾ ഏതെങ്കിലും വയ്യായികയായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ICU ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അയാൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. പേഷ്യൻസ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് ട്രീറ്റ് ഈസ് ലിസൺഡ് ബട്ട് നീഡ്സ് ക്ലോസ് ഒബ്സർവേഷൻ ക്യാൻ either be discharged to wards or in intermediate care areas depending on needs for ICU beds. ഓക്കെ, നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലിലും ICU ബെഡ്സും കാര്യങ്ങളൊക്കെ വളരെ ഒരുപാട് അല്ലെ, വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടൊക്കെ ICU കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവേ ICU ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ICU കിടക്കും എന്നുള്ള ഒരു കൺസിഡറേഷനിലല്ല അല്ലെ ഏതൊരു ഹോസ്പിറ്റലും ICU ഇതുകളൊക്കെ കൈകാര്യം ചെയ്തു. നമുക്കറിയാം അത് ഓരോ ബെഡിനും അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ചില പേഷ്യൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരെ ചിലപ്പോൾ ICU കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധ, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എന്നുള്ളത് ശ്രദ്ധ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെഡിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുവരേക്കും എങ്ങനെയായിരിക്കണം, നല്ല രീതിയിലുള്ള മോണിറ്ററിംഗ് അല്ലെ ഒരു കെയർ അവർക്ക് കൊടുക്കണം. പേഷ്യന്റ് ഇൻ ഹൂം ഇമ്മീഡിയറ്റ് ട്രീറ്റ് ഈസ് ലിസൺഡ് but need close observation can either be discharged to wards. അല്ലെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് വാർഡിലോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയറിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന സൗകര്യത്തിൽ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ആ ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്ത് പോകാം. ബെഡിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം.
തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്കറിയാം അല്ലെ, പേഷ്യൻസ് ഓരോ ക്രിട്ടിക്കൽ സ്റ്റേജസ് വരുമ്പോഴും അവരിങ്ങനെ അല്ലെ കുറച്ചും കൂടി എപ്പോഴെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, അവരുടെ കാര്യങ്ങൾ വേരിയേഷൻസ് ഒക്കെ എപ്പോഴെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ബെഡ് അവൈലബിൾ ആണ് എങ്കിൽ അതനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. വീണ്ടും പേഷ്യൻസ് ഇൻ ഹൂം ഡെത്ത് ഈസ് അഗ്രീഡ് ടു ബി എന്താണ് ഡിപെൻഡിങ് ഈവൻ ഇഫ് ഇന്റൻസീവ് കെയർ ഈസ് continued again kept in ICU depending on availability of resources. കേസ് ചില പേഷ്യൻസ് നമുക്കറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെത്ത് സംഭവിക്കും, അതാണ് ഡോക്ടറിന്റെ അനുമാനത്തിൽ. തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ട് തന്നെ നോളജ് ഉണ്ടാവും ഈ പേഷ്യന്റിന്റെ നില അതീവ ഗുരുതരമാണ്, എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താലും ഇംപ്രൂവ്മെന്റിന് യാതൊരു ചാൻസും ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ അല്ലെ ഡോക്ടേഴ്സിന് അറിയാനായിട്ട് നോളജ് ഉണ്ടാവും അതിനുള്ളത്. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ നമുക്ക് അറിയാം മതിയായ റിസോഴ്സസുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാം, അതല്ല എങ്കിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാം, ICUവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. Patient in home death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. Resources available ആണ് എങ്കിൽ വേണമെങ്കിൽ അവരുടെ സമ്മതപ്രകാരം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം, അതല്ല എങ്കിൽ ഡെത്ത് അഗ്രി ചെയ്ത പേഷ്യൻസ് ആണ് എങ്കിൽ നമുക്കറിയാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആവശ്യമായിട്ടുള്ള വേറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ടതാണ് അറിയില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം റിസോഴ്സസ് കുറവാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഡെത്ത് സ്ഥിരീകരിക്കുക അല്ലെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരിക്കുന്ന പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡിസ്ചാർജ് പ്രൊസീജിയർ ആണ് ജസ്റ്റ് പറഞ്ഞു പോയത്. നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് പോവാം, ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാം. തന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെത്ത് സ്ഥിരീകരിക്കുന്ന പേഷ്യന്റ് ആണ് എങ്കിലും അവർക്ക് റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ അവർക്ക് ICU സൗകര്യം അവൈലബിൾ ആക്കി കൊടുത്താൽ മതി. റിസോഴ്സസ് ഇല്ല എങ്കിൽ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള മതിയായ സൗകര്യങ്ങൾ ഇല്ല എങ്കിൽ ഈ ഇങ്ങനെ ഡെത്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന ഡെത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്ന പേഷ്യൻസിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? നമ്മള് രണ്ട് പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയറും ഡിസ്ചാർജ് പ്രൊസീജിയർ. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICUS. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ, ഇൻചാർജ് ഉള്ള വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, നമുക്കറിയാം ഭരണ നിർവഹണത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവിലെ യൂണിറ്റിലെ അല്ലെ അവരാണ് സാധാരണ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് ICUവിന്റെ ഇൻചാർജ് ലഭ്യമാക്കി കൊടുക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ പ്രതിനിധിയാണ് ICUവിലെ ഇൻചാർജ് ആയിട്ട് വരുന്നത് അല്ലെ. ഭരണ നിർവഹണത്തിലുള്ളവരാണ് ഇൻചാർജ് ആയിട്ട് ഇന്ന വ്യക്തി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ലേബൽ അവർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. That provides a continuity of clinical care. Okay, provides a continuity of clinical care. അതായത് അവരെ ക്ലിനിക്കൽ കെയർ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ലഭ്യമാക്കണം, അതായത് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കണം. ഫസ്റ്റായിട്ടും തീർച്ചയായിട്ടും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇൻചാർജ് ഉള്ള ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ ICUവിൽ ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയിലുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് ഹു നീഡഡ് comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. Okay, in case നമുക്കറിയാം ഇൻചാർജ് ഉള്ള പേഴ്സണ് ഉത്തരവാദിത്തമുണ്ട് അല്ലെ, അവിടെ ഉള്ള സ്റ്റാഫുകൾക്കെല്ലാം എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും അല്ലെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. Not only regarding the patient care but also for the use of unfamiliar equipment. പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക, ശുശ്രൂഷിക്കുക എന്നുള്ള കാര്യത്തിലുള്ള നിർദ്ദേശം മാത്രമല്ല
കേസ് അവർക്ക് അവിടെയുള്ള എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെ, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് നടക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള അധികാരമുണ്ട്. അതായത് ICUവിലുള്ള സ്റ്റാഫുകളെല്ലാം എന്നോട്ടെ അല്ലെ, തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ പോകാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ കൊടുത്തു പോകാനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? ഇൻചാർജിനുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ഓക്കെ, നമുക്കറിയാം എക്യുപ്മെന്റ്സുകൾ ICUവിലെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ വേണം അല്ലെ, ജീവൻ രക്ഷ കാര്യങ്ങളൊക്കെ അവിടെ മസ്റ്റായിട്ട് അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പ്രദാനം ചെയ്യണം. വെന്റിലേറ്റർ സൗകര്യങ്ങളോ തെർമി മെഷീൻ അങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ എക്യുപ്മെന്റ്സുകൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടേജുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് കീപ്പ് ചെയ്യണം അല്ലെ. കാരണം ICUവിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അത്ത ടൈമിൽ തന്നെ എല്ലാ പേഷ്യൻസും അവിടെ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെ, ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ അവിടെ കീപ്പ് ചെയ്യണം. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് സാധനങ്ങൾ എക്യുപ്മെന്റ്സ് വാങ്ങിച്ച് അവിടെ കരുതി വെക്കേണ്ടതുണ്ട്. കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം സർവീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ അവിടെ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഡ്യൂട്ടി തന്നിട്ട് ഇത് ആരുടെ ഡ്യൂട്ടിയാണോ അല്ലെങ്കിൽ ഇൻചാർജ് ഉള്ള ICUവിന്റെ ഡ്യൂട്ടി ഇതിൽ പെടുന്നത് ഏത് അല്ലെ, ഓട് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാം പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ICU ഇൻചാർജിനുണ്ട്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ നോട്ട് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആണ് ICU ഇൻചാർജ് ആയിട്ട് വരുന്നത്. കണ്ടിന്യൂറ്റി ആയിട്ട് ക്ലിനിക്കൽ കെയർ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. നിർദ്ദേശങ്ങളെല്ലാം അല്ലെ, സജഷൻസ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. എക്യുപ്മെന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പറയുകയാണ് എക്യുപ്മെന്റ്സ് ഒക്കെ ഷോർട്ടേജ് ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യണം, അഥവാ കേടുപാടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വർക്കിംഗ് കണ്ടീഷനിലാക്കി തന്നെ കീപ്പ് ചെയ്യണം. That should initiate research and be recognized as an authority. Okay, should initiate research and be recognized as an authority. എന്താ അവിടെ പറയുന്നത്? ഇപ്പോഴും ഗവേഷണ അല്ലെ, അവിടെ ICUവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അംഗീകാര കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പോകേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കുറിച്ച് അതെല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു ഗവേഷണമൊക്കെ നടത്തിപ്പോണം. കാരണം ഇൻചാർജുള്ള ആളെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു സൂപ്പർവൈസ് അല്ലെ, ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് നോക്കി കാണേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഷുഡ് ഇനിഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ്. ഗവേഷണങ്ങൾ ആരംഭിക്കുന്നതിനും അതോറിറ്റി അംഗീകരിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ പെർമിറ്റ് ചെയ്ത് അനുവദിച്ചു കൊടുക്കേണ്ടതും ഇദ്ദേഹത്തിന്റെ തന്നെ ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. Then should review all treatment regimen with the staff. Okay, എല്ലാ ജീവനക്കാരുടെയും ട്രീറ്റ്മെന്റ് നല്ല കൃത്യമായിട്ട് തന്നെയാണ് നടക്കണമെന്ന് അവലോകനം ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റാഫുകളെല്ലാം ട്രീറ്റ്മെന്റുകളെല്ലാം കൊടുക്കണമെന്ന് മൊത്തത്തിൽ വീക്ഷിച്ചു പോകണം അല്ലെ. ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്, കാരണം എന്തെങ്കിലും പാകപ്പിഴകൾ വന്ന ഇൻചാർജ് ഉള്ള വ്യക്തിയാണ് അതിന് റിസൾട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ട്രീറ്റ്മെന്റുകളും കൃത്യമായിട്ട് തന്നെയാണ് നടപ്പാക്കി പോകുന്നതെന്ന് ഇദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതാണ്. ഷുഡ് ബി റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെന്റ് വിത്ത് സ്റ്റാഫ്. മതിയായ സ്റ്റാഫിനെ വെച്ച് നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് എല്ലാം പോകുന്നതെന്ന് അത് അവലോകനം അത് നടത്തിക്കൊണ്ട് പോകേണ്ടത് ആര് തന്നെയാണ്? ഇൻചാർജ് ഉള്ള ICU പേഴ്സൺ തന്നെയാണ്. ഓക്കെ ആണോ? റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ. ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഉത്തരവാദിത്തങ്ങളാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെയാണോ? സെക്കൻഡ് ലാസ്റ്റ് ഒന്നുകൂടി പറയാം. Should initiate research and be recognized as an authority.
ഓക്കെ, നമുക്കറിയാം റിസർച്ച് ഗവേഷണത്തിനും നമുക്ക് അതിനുള്ള അംഗീകാരം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കുക. അതോറിറ്റി പറയുന്നതനുസരിച്ചിട്ട് അല്ലെ, ഗവേഷണം ആരംഭിക്കാനായിട്ട് അതോറിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ അത് അതിനുള്ള പെർമിഷൻ കൊടുക്കുക അല്ലെ. ചിലപ്പോ ചില ഹോസ്പിറ്റലൊക്കെ ഉള്ളൂ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും നമുക്കറിയാം ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ വന്ന് പഠിച്ചു പോകാനായിട്ടുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ ജൂനിയർ നഴ്സുമാരോ അവരൊക്കെ എന്തെങ്കിലും ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിൽ കയറി പറ്റാനായിട്ടുള്ള പെർമിഷൻ ഒന്നും കൊടുക്കില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഇനീഷ്യേറ്റീവിൽ തന്നെ അംഗീകരിച്ചിട്ട് കൊണ്ട് തന്നെ റിസർച്ച് നടത്താനുള്ള അംഗീകാരം കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആസ് അതോറിറ്റി. അനുവദിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്കറിയാം ഇതിനുള്ള പെർമിഷൻ ഒക്കെ ഉള്ളൂ. അപ്പൊ ഇവര് ഇനീഷ്യേറ്റീവായിട്ട് നിൽക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Third point, okay. Arrange teaching and the supervision of a junior staff who needed comprehensive instructions. Okay, ഇവിടെ നോക്കാം, അവര് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർക്ക് ജൂനിയർ ഡോക്ടർ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഇൻചാർജ് ഉള്ള പേഴ്സണെ അല്ലെ, അവർക്ക് സൂപ്പർവിഷൻ ഒക്കെ നടത്താനായിട്ടുള്ള ഒരു കഴിവുണ്ട് അല്ലെ, അതിനുള്ള പെർമിഷൻ അവർക്കുണ്ട്. അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ്. ജൂനിയർ സ്റ്റാഫിന് സൂപ്പർവിഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഗവേഷണത്തിനുള്ള അനുമതി കൊടുക്കുന്ന മാതിരി തന്നെ ചിലത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ള അനുമതിയും കൊടുക്കണം അല്ലെ. എല്ലാവർക്കും എല്ലാത്തിനുള്ള പെർമിഷൻ ചിലപ്പോൾ കൊടുത്തെന്ന് വരില്ല. അവിടെ മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ ബട്ട് ഓൾസോ ഫോർ യൂസർ ആൻഡ് ഫെമിലിയർ എക്യുപ്മെന്റ്. അവിടെ പേഷ്യന്റിന് കെയർ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമല്ല, ഇന്ന എക്യുപ്മെന്റ്സുകളൊക്കെ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യണേന്നുള്ള അറിവും കൂടി അവിടെ പ്രദാനം ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും. ഓക്കെ, അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം, ഇൻചാർജ് അനുവദിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുക. പേഷ്യൻസ് കെയർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നത് റെഗുലർ ആയിട്ട് തന്നെ. നമുക്കറിയാം എല്ലാ എക്യുപ്മെന്റ്സും ചിലർക്കെല്ലാം അതിനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. ചിലപ്പോ ഫ്രഷ് ആയിട്ട് നമുക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ കിട്ടിയ വ്യക്തികളൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സ് ഒന്നും അവർക്ക് ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള എക്യുപ്മെന്റ്സുകൾക്കൊക്കെ അതിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കൂടി അവർ അനുവദിച്ചു കൊടുക്കുക. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ടീച്ചിങ് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒപ്പം തന്നെ ഗവേഷണത്തിനുള്ള പെർമിഷനും കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇൻചാർജിന് മാത്രമാണ് അതെല്ലാം അനുവദിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അയച്ചു നോക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അൺസ്യൂട്ടബിൾ എൻവയൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. ഓക്കെ, നമുക്കറിയാം ICUമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ ഭരണ നിർവഹണത്തിലുള്ളവരെ കുറെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് പേഷ്യന്റ് എപ്പോഴും സുരക്ഷിതമായിരിക്കണം. ICUയിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ പേഷ്യന്റ് എപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള എൻവയൺമെന്റ് അവിടെ സജ്ജമാക്കണം അല്ലെ. നമുക്ക് അറിയാം അവിടെ കൃത്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെ കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെയാണ്. ആ എൻവയൺമെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മതിയായ റിസോഴ്സസ് എക്യുപ്മെന്റ്സുകൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. അല്ലെ, വെന്റിലേറ്റർ സൗകര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഡയത്തർമി മെഷീൻ ഉണ്ടോ, ഡെഫിബ്രിലേറ്റർ ഉണ്ടോ, അങ്ങനെ ജീവൻ രക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ല എങ്കിൽ നമുക്കറിയാം മോസ്റ്റ്ലി ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ്. മറ്റേ ടൈമിൽ ആവശ്യമുണ്ടെങ്കിൽ അതൊന്നും ഉപയോഗപ്രദമാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മതിയായ റിസോഴ്സസ് ഒക്കെ അവിടെ ഉണ്ടോ എന്ന് മാത്രമല്ല
അത് വർക്കിംഗ് കണ്ടീഷനിലും ആയിരിക്കണം. അത് ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരുടെ ഒരു കാര്യം തന്നെയാണ്. Then ample number of skilled medical and nursing team. ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള കഴിവുറ്റ മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് ടീംസ് ഒക്കെ അവിടെ മസ്റ്റ് ആയിട്ട് മതിയായ സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. നമുക്കറിയാം നല്ല മാനദണ്ഡങ്ങൾ അല്ലെ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്ത് നമുക്കൊരു അല്ലെ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല മാനദണ്ഡങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കണം അവരുടെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ. പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ് സിസ്റ്റം അല്ലെ ഒന്ന് നോക്കണമെങ്കിലൊക്കെ വിലയിരുത്തിയൊക്കെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിക്ക് മുമ്പുള്ള ഒരു റെഫറൻസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ഒരു രീതി അവിടെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കി പോയിട്ടുണ്ടായിരിക്കും. So standard of care that include a proper reference system. Then നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരൊക്കെയാണ് ഈ ഒരു രീതിയൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത് അല്ലെ. അത് ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് അവരുടെ സ്റ്റാഫുകൾ കൈകാര്യം ചെയ്ത് പോകേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ ഡ്യൂട്ടി തന്നെയാണ്. Then ensure quality assurance programs. അതായത് ഗുണനിലവാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതായത് നല്ല രീതിയിൽ ICU നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള പ്രോഗ്രാംസുകളൊക്കെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും അല്ലെ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നല്ല രീതിയിലുള്ള ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസുകളൊക്കെ അത് ഉറപ്പാക്കി കൊടുക്കേണ്ടതും തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെയാണ്. പ്രോപ്പർ പോളിസി ആൻഡ് ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അതേമാതിരി തന്നെ കൃത്യമായിട്ടുള്ള ഒരു രീതികൾ ഉണ്ടായിരുന്നു അല്ലെ, പോളിസി നയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. എന്താണ് ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുക എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു പോളിസി അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ നടപടിക്രമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെയാണോ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. അതായത് നമുക്കറിയാം ഏതൊരു പേഷ്യന്റും നല്ല സർവീസ് ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നത്. സോ പേഷ്യന്റിന് നല്ല കെയർ കിട്ടുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കെയർ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ ഡ്യൂട്ടിയാണ് അല്ലെ. അത് അവർ ഉറപ്പുവരുത്തും. അതേപോലെ തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സസ് അവിടെ മതിയായ എക്യുപ്മെന്റ്സ് ഒക്കെ അത് വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തി പോകണം. ആംബിൾ ഓഫ് സ്കിൽഡ് മെഡിക്കൽ സ്റ്റാഫുകൾ, സ്റ്റാഫ് നഴ്സുമാർ എല്ലാവരും തന്നെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് കെയർ അല്ലെ, നല്ല രീതിയിലുള്ള മാനദണ്ഡങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഹോസ്പിറ്റൽ മൂവ് ചെയ്ത് അത് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ റെഫറലൊക്കെ ചെയ്യാനായിട്ട് റെഫർ അസിസ്റ്റൻസ് ഒക്കെ നല്ല രീതിയിൽ അല്ലെ ഒരു കൂട്ടര് ഒരു ഫോളോ അപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യണം അല്ലെ. ഇൻ കേസ് ചിലപ്പോൾ നല്ല രീതിയിലുള്ള റെഫറൽ പറ്റിയില്ലെങ്കിൽ നമുക്കറിയാം ആ പേഷ്യൻസിനെ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യേണ്ട അല്ലെ. ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജുകൾ വരുമ്പോൾ ആ ഇൻഫോർമേഷൻസ് നേടിയെടുക്കാനായിട്ട് പറ്റാതെ വരും. സോ ആ പ്രോപ്പർ ആയിട്ട് തന്നെ അതെല്ലാം സിസ്റ്റം ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് ആൻഡ് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. ഓക്കെ, എന്തായാലും എല്ലാ ഹോസ്പിറ്റലിലും അതിൻ്റെതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും ഒരു പോളിസി നയങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരത് ഉറപ്പുവരുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണോ? ആരാണ് ഇതിൽ ഉറപ്പുവരുത്തേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഓപ്ഷൻസ് ആയിട്ട് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് അല്ലെങ്കിൽ ICU ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും ഓപ്ഷൻ. അപ്പൊ ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെയാണോ? നമുക്കൊരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ. എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇതില് വരാനായിട്ട് നമുക്ക് സംശയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അല്ലെ, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻചാർജ് ഉള്ള ആള് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ അല്ലെ ഓരോ കാര്യത്തിലും ജൂനിയർ റെസിഡന്റ്, അതേമാതിരി തന്നെ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേംസുകളാണ്. അപ്പൊ ഓരോ ടേംസ് വെച്ചിട്ടുള്ള രീതിയിൽ തന്നെ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് ടെസ്റ്റിൽ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ? മോക്ക് ടെസ്റ്റ് ഓക്കെ ആയിരുന്നോ? എളുപ്പമായിരുന്നോ മോക്ക് ടെസ്റ്റ്? അറ്റൻഡ് ചെയ്തില്ലേ? ഓക്കെയാണ്. സോ മിക്കവാറും അത് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചിലതൊക്കെ നമുക്കറിയാം. ചില ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് ഒരുപാട് പോയിന്റ്സുകളുണ്ട്. അതിൽ നിന്ന് 1-2 പോയിന്റ്സ്. പക്ഷെ ഇതെല്ലാം ചെറിയ ടോപ്പിക്കുകളാണ്. സോ അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുക എന്നറിയില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാം ആ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് തന്നെ ജസ്റ്റ് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇവിടെ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി ആണ്. സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, അത് മാറിപ്പോകരുത്. വിവിധ സെക്രട്ടറികളൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒരുപാട് സെക്രട്ടറികളുടെ ഡ്യൂട്ടീസുകൾ നമ്മൾ പഠിച്ചു പോകുന്നു. അപ്പൊ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കി പോവുക. ഇനി യൂണിറ്റ് ഫസ്റ്റ് വൺ പറയുന്നത്, എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ whom family members and visitors meet when coming to the ICU. അപ്പൊ ഈ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ICUയിൽ വരുമ്പോൾ ആദ്യം തന്നെ അവിടെ മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? ICU സെക്രട്ടറിയാണ്. A unit secretary is in the ICU is normally the first person. ആ ഫസ്റ്റ് പേഴ്സണ് പ്രാധാന്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ തന്നെ ചെയ്യാം. ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് മീറ്റ് when coming to the ICU. ICUയിൽ വരുമ്പോൾ ആദ്യമായിട്ട് ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത്? ICU സെക്രട്ടറിയാണ്. Then second point നോക്കാം, attend calls and pass on a message properly. ഓക്കെ, ഏത് കോളുകളാണെങ്കിലും മെസ്സേജുകളാണെങ്കിലും കൃത്യമായിട്ട് തന്നെ പാസ് ചെയ്യും അല്ലെ. ആര് വിളിക്കുന്നതാണെങ്കിലും കൃത്യമായിട്ട് തന്നെ അവര് ആർക്കാണ് എത്തിക്കേണ്ടത്, അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എത്തിക്കുക. അതൊരു ഡ്യൂട്ടി തന്നെയാണ്. Then accountable for greeting them and listening to determine what the client requires. ഓക്കെ, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വെൽക്കം ചെയ്യണം അല്ലെ, അവിടെ ഗ്രീറ്റിംഗ് ചെയ്യേണ്ടതും ഒപ്പം തന്നെ ചോദിക്കുന്നത് ക്ലയന്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് തന്നെ കേൾക്കാനായിട്ടുള്ള ഒരു മനോഭാവം അവിടെ കാണിക്കേണ്ടതാണ്. അക്കൗണ്ടബിൾ ഫോർ റീഡിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. അല്ലെ, എന്താണോ ക്ലയന്റ് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആരാണോ അല്ലെ അവര് പറയുന്നത് കൃത്യമായിട്ട് തന്നെ കേട്ട് അതനുസരിച്ചിട്ട് പ്രതികരിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ICU സെക്രട്ടറി. The secretary, the next നോക്കാം, the secretary is liable to answer basic questions and to provide general information such as the visiting hours for the ICU. ഓക്കെ, ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവര് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്തിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ആൻസറുകൾ പ്രൊവൈഡ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്കറിയാം വിസിറ്റിംഗ് ടൈമുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. Okay, then if cannot provide information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refers them to the other staff members if needed. Okay, ഇനിയിപ്പോ അവര് വരുമ്പോൾ പേഷ്യന്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഈ പറഞ്ഞ ICU സെക്രട്ടറിക്ക് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ it is secretary who helps point the customers in the right direction. Direction കൊടുക്കുക ആർക്ക്? അതായത് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന്, സെക്രട്ടറിക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിസിറ്റേഴ്സ് ഏത് കസ്റ്റമർ ആണോ ആ കസ്റ്റമർക്ക് കൃത്യമായിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുക.
അതായത് ആരിൽ നിന്ന്, ഏത് സ്റ്റാഫിൽ നിന്നാണ് ഈ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളത് ഒന്ന് ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, കൃത്യമായിട്ട് ഈ പേഷ്യന്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങളൊന്നും ആ ഒരു വരുന്ന വ്യക്തിക്ക് അല്ലെ, അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തിക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഡയറക്ഷൻ കൊടുക്കുക. ആരിൽ നിന്നാണ് ഈ കൃത്യമായിട്ടുള്ള അറിവ് നേടാനായിട്ട് സാധിക്കുക, ഏത് സ്റ്റാഫിൽ നിന്നാണ് ഈ കൃത്യമായിട്ടുള്ള അറിവ് നേടാൻ സാധിക്കുക എന്നുള്ളൊരു ഡയറക്ഷൻ അവർക്ക് ലഭ്യമാക്കി കൊടുക്കും. വീണ്ടും പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. ഓക്കെ, എഴുത്തുകുത്ത് ജോലികളൊക്കെ അദ്ദേഹം നിർവഹിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിലവിലെ ഐസിയുവിന്റെ ബെഡ് സ്റ്റാറ്റസ് എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം അല്ലെ, ഇപ്പൊ ഫുൾ ബെഡ് വർക്കിങ്ങിലാണോ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോവുക, കാണിച്ചു പോവുക. Then maintains the files and organizes the patient's records. Okay, maintains the files and organizes the patient's records. അതായത് ഫയലുകളൊക്കെ നല്ല രീതിയിൽ ഓക്കെ, ഓരോരുത്തരുടെയും ഫയലുകളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് പോണത്, കേസ് അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഉറപ്പ് വരുത്തേണ്ടതും അത് തന്നെയാണ് ICU സെക്രട്ടറിയാണ്. മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യൻസ് റെക്കോർഡ്സ്. അതെല്ലാം അല്ലെ, നമുക്കറിയാം ഒരു ഇന്ന പേഷ്യന്റ്, പുതിയതായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ ഒരു പുതിയ ഫയല് സ്റ്റാർട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം ലഭ്യമാക്കി കൊടുക്കുന്നത് ICU സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, അതൊക്കെ കീപ്പ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും അദ്ദേഹം തന്നെയാണ്. Then work with the other departments to coordinate care services. ഓക്കെ, നല്ല രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങൾ ആവശ്യമായിട്ട് വരാം അല്ലെ. ICU പേഷ്യന്റ് ആണ് ചിലപ്പോ അല്ലെ, ഏതെങ്കിലുമൊക്കെ ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരിൽ നിന്ന് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ കേസ് മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചിലപ്പോൾ ലബോറട്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാം അതിന്റെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കാനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് കൃത്യമായിട്ടുള്ള സമയങ്ങളിലൊക്കെ മെസ്സേജുകളൊക്കെ പാസ് ഔട്ട് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യതകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതും ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി തന്നെയാണ്. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസ്. നമുക്കറിയാം അത് ഏകോപിപ്പിച്ചു പോകണം അല്ലെ. നമ്മുടെ ICUയിലുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് ICUയിലുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻഫോർമേഷൻസും ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റാത്തതുണ്ടോ, ഓക്കെ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അവരായിട്ട് ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ICU സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെയാണോ? ചെറിയ ചെറിയ പോയിന്റ്സുകളൊന്ന് പൊതുവെ ചോദിച്ച് കാണാറുള്ള പോയിന്റ്സ് പറഞ്ഞ മാതിരി ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ച് കാണാറുണ്ട്. സോ ഓർത്ത് വെക്കുക, ICU സെക്രട്ടറി ആണ്. ഞാൻ അതേപോലെ തന്നെ പിന്നെ ചോദിച്ചു കാണാറുള്ളത് ഗ്രീറ്റിംഗ് അല്ലെ. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ മെയിൻ ഇതായിട്ട് ഡ്യൂട്ടിയായിട്ട് ചിലപ്പോൾ ഒരുപാട് ഡ്യൂട്ടീസുകൾ വരുമ്പോൾ അല്ലെ, അതിൽ നിന്ന് സെക്രട്ടറിയുടെ ഡ്യൂട്ടി ഏതാണെന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ടാവും. സോ അതുകൊണ്ട് ഡ്യൂട്ടീസുകളൊന്ന് മനസ്സിലാക്കി പോവുക. അതായത് അവരെ ഫസ്റ്റ്ലി തന്നെ വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൻസറിലോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഗ്രീറ്റിംഗ് ടൈം ആൻഡ് ക്ലയന്റ് റിക്വയർസ് അല്ലെ, അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണെന്ന് ഉറപ്പാക്കുക. Then who maintains the files and organize patients reports. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക, അത് ആരുടെ ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. അതേമാതിരി തന്നെ അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. ICUയിലെ ബെഡ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നത് അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓർത്ത് വെക്കുക, അതാരാണ്, ICU സെക്രട്ടറിയാണ്. പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. ഓക്കെ, നോട്ട് ചെയ്തോ? പൊതുവെ ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? മുകളിലും നമ്മൾ ചോദിച്ചു കാണാറുള്ള പൊതുവെ ചോദിച്ചു കാണാറുള്ളത് നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം
അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ. മതിയായ രീതിയിലുള്ള മെഡിക്കൽ ടീമിനെ അല്ലെങ്കിൽ നഴ്സിംഗ് ടീമിനെയൊക്കെ ICUയിൽ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആക്കി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ ഡ്യൂട്ടിയാണ്. അവരാണ് ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, ഇവിടെ ചോദിച്ചു കാണാറുണ്ടോ, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ICU എക്യുപ്മെന്റ്? ആരാണ് പർച്ചേസിംഗ് എന്നൊക്കെ ചെയ്യേണ്ടത്? ആരായിട്ട് വരും? നമ്മുടെ ഓപ്ഷനിൽ എല്ലാവരും ഉണ്ടാവും അല്ലെ? ആരാണ് ഇൻചാർജ് ഓഫ് ICU ആണ്? ഓക്കെ, ആ പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ആരാണ് ഹു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ? ആരാണ് കണ്ടിന്യൂറ്റി കെയർ കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതാരാണ്? ICU ഇൻചാർജ് ആണ്. കഴിഞ്ഞ ദിവസത്തൊക്കെ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട് തോന്നുന്നു അല്ലെ? ഇന്നെടുത്ത ഭാഗമല്ലേ നമ്മള് കുറച്ച് നോട്ട് ചെയ്യാത്തത് അല്ലേ? ആ, കഴിഞ്ഞ ദിവസത്തൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും പോയിന്റ് നോട്ട് ചെയ്യാത്തതുണ്ടോ? ഞാൻ പറഞ്ഞു പോയില്ലായിരുന്നു നോട്ട് ചെയ്യുന്ന. ഒന്നുമില്ല. പൊതുവെ നമ്മൾ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്ത് പോകാനായിട്ട് പറയാറുള്ളത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ ടെൻഷൻ അടിക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പൊതുവെ മോക്ക് ടെസ്റ്റിലൊക്കെ വരുന്നതൊക്കെ തന്നെ ഈസി ആയിട്ട് നോക്കാം. എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകുമ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ICU-യുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ചെറിയ ചാപ്റ്റർ ആണ്. ഞാൻ വലിയൊരു ചാപ്റ്ററിലേക്ക് പോകേണ്ടതെന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് ഒരു ചെറുതിലേക്ക് വന്നത്. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെയാണ്. ഏതെങ്കിലും ഭാഗത്ത് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണ്. നമ്മുടെ ചാപ്റ്റർ എന്നതോടുകൂടി എടുത്തു തീരുകയാണ്. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ അത് പെട്ടെന്ന് എടുത്തു തീർക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്. ഓക്കെ, വലിയ ചാപ്റ്റർ അല്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ചാപ്റ്റർ ആണോ? നല്ലൊരു ചാപ്റ്റർ ആണ്. അത് ആദ്യം തന്നെ കയറി ഒരുപാട് ദിവസം എപ്പോ വരുമ്പോഴും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് ചെറിയൊരു ചാപ്റ്റർ എളുപ്പം തീർത്തത്. ഓക്കെ, നമുക്കിപ്പോ ഈ മൊഡ്യൂളിലെ വലിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതില് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്തായാലും നെക്സ്റ്റ് ഡേ ആണ് തുടങ്ങുകയുള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വെക്കാം. ഓക്കെ, എല്ലാവരുടെയും കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പേജിലേക്ക് പോവാം. അവിടെ കുറച്ച് പേരുടെ കയ്യിലൊന്നും ഇല്ല. എങ്കിലും പരമാവധി എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ. കാരണം എളുപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പോ പരമാവധി ഒപ്പിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നോക്കാം. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് കയ്യിലില്ല. ഓക്കെ, നിങ്ങൾ ICUവിന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തില്ലേ? നോട്ട് ചെയ്യാൻ സാധിച്ചോ?
ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ കയറിയാൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, ഏത് ഡോക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് അവിടെ ഒരു അല്ലെ അവിടെ ഡോക്ടറിന് ഒരു അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതേസമയം ജസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ രോഗിയെ ഇവിടെ അല്ലെ 2-3 ദിവസം അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ 2-3 ദിവസത്തേക്ക് അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒക്കെ നമ്മളുടെ അല്ലെ ഒരു പേഷ്യന്റിന്റെ സേവനം നമ്മൾ അവിടെ നിന്ന് നേടിയെടുക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെ നമ്മുടെ സേവനം അത് നല്ല രീതിയിൽ കാര്യക്ഷമമാക്കി തരാനായിട്ട് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അവിടെ ലഭ്യമാണ്, നമുക്കറിയാം. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമാണ്. അതായത് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ടേഷൻ കാണുന്നു, അതിനുശേഷം ഡോക്ടർ പറയാണ് ഓക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വരിക അല്ലെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മെഡിസിൻ ആയിട്ട് വീടുകളിലേക്ക് പോകുന്നു. സോ അദ്ദേഹം ജസ്റ്റ് കൺസൾട്ടേഷൻ മാത്രമാണ് നടത്തുന്നുള്ളൂ. നമ്മൾ വീണ്ടും കുറവില്ലെങ്കിലാണ് വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് വരുന്നത്. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. രോഗിയെ കാണുന്ന നിലയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ കൂടുതലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം 2-3 ദിവസം കിടക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നു. സോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അതായത് ചികിത്സാപരമായിട്ട് നമ്മൾ പേഷ്യന്റ് ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാനമായിട്ടുള്ള 2 സേവനങ്ങൾ, ഒന്നില്ലെങ്കിൽ കൺസൾട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, അതല്ല എങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നു. ഓക്കെ അല്ലേ? ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ 2 പേജ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ജസ്റ്റ് ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആ ഒരു ഫസ്റ്റ് പേജ് എന്താണെന്ന്. ഓക്കെ അല്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കലായിട്ട് ഏതൊരു പേഷ്യന്റും അവിടെ നിന്ന് സേവനം നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ കൺസൾട്ടേഷൻ നടത്തി നമ്മൾ പോകുന്നു, ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. സെക്കൻഡ് വണ്ണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അല്ലെ, കൺസൾട്ടേഷൻ വന്നാലും അതല്ല എങ്കിൽ ഇൻപേഷ്യന്റ് ആണെങ്കിലും നമുക്ക് സേവനങ്ങൾ ലഭ്യമാക്കി തരാം. പേഷ്യന്റ് ആയിട്ടുള്ള നമുക്ക് സേവനങ്ങൾ ലഭ്യമാക്കി തരാൻ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. തെറാപ്യൂട്ടിക്, ജനറൽ ആയിട്ടുള്ളത്, തേർഡ് വണ്ണ് ഡയഗ്നോസ്റ്റിക്, ഫോർത്ത് വണ്ണ് ഇൻഫോർമേറ്റീവ്. ഓക്കെ, അപ്പൊ അതില് തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം രോഗി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ ഡോക്ടർ പറയും ഇന്ന മെഡിസിൻ അല്ലെ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ട് പൊക്കോളാൻ പറയും അല്ലെ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവിടെ പറയും വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്നില്ല, ദിവസത്തില് ഇന്ന ടൈമിൽ വന്ന് തെറാപ്പി അല്ലെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം അല്ലെ. പേഷ്യന്റ് ആണ് ആയിട്ട് തന്നെ കൺസൾട്ടേഷൻ നടത്തി കഴിയുമ്പോൾ മെഡിസിൻ മേടിച്ചിട്ട് പോകാന്ന് പറയുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് പോകണമെന്ന് പറയും. ഒപ്പം തന്നെ ഡയറ്റീസ് എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളുടെ ഭക്ഷണ ശൈലി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു രോഗാവസ്ഥ ഭേദമാകണമെങ്കിൽ മെഡിസിൻ മാത്രം പോരാ, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ കൂടി അവിടെ പാലിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ മെഡിസിൻ കഴിക്കണം, അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് നമ്മുടെ രോഗം ഭേദമാകും. അതല്ലെങ്കിൽ ഇത് രണ്ടും ഏതെങ്കിലും എന്തായാലും മെഡിസിൻ നമ്മൾ ആവശ്യമായിട്ട് വരും. ഒപ്പം തന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഭക്ഷണക്രമങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യനെ കൺട്രോൾ അല്ലെ, അദ്ദേഹത്തിനെയും കൂടി കൺസൾട്ട് ചെയ്തിട്ട് വീട്ടിൽ പൊക്കോളാനായിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും പേഷ്യൻസ് അതിന് മുന്നോട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും തെറാപ്യൂട്ടിക് ആയിട്ട് രോഗാവസ്ഥ നമുക്ക് തീർത്തും ഭേദമാക്കാൻ വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ പറയുന്നതനുസരിച്ചിട്ട് ഫാർമസിയുടെയും ഫിസിയോതെറാപ്പിയുടെയും ഡയറ്റിക്സിന്റെയും സേവനങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് തെറാപ്യൂട്ടിക്കിൽ വരുന്നത്. ജനറൽ വിഭാഗം, അതായത് ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം വിവിധ വിഭാഗങ്ങളുണ്ട്.
ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോകാനായിട്ടുള്ള സമയമില്ല. എന്നാലും ഈ ഒരു കാറ്റഗറിയും കൂടി നമുക്ക് പറയാം. ജനറൽ വിഭാഗം നോക്കുകയാണെങ്കിൽ CSSD പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അണുവിമുക്തമാക്കണം അല്ലെ. ഹോസ്പിറ്റലിൽ ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും അണുവിമുക്തമാക്കിയിട്ട് വേണം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതായത് എക്യുപ്മെന്റ്സുകളെല്ലാം അണുവിമുക്തമാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല. ഇത് ഇപ്പൊ ഈ പറഞ്ഞ ഡയറ്റീഷ്യന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഫാർമസിയിലെ ചാപ്റ്റർ ഉണ്ട് അല്ലെ. എല്ലാത്തിലും വേറെ വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. CSSDക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുള്ളൂ. അപ്പൊ ഡീറ്റെയിൽസ് അതിലേക്ക് പഠിച്ചു പോകും. CSSD എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, എക്യുപ്മെന്റ്സുകളെല്ലാം അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലുണ്ട്. അതിനെയാണ് CSSD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഹൗസ്കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലീൻ ആയിട്ട് തന്നെയാണ് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ് നമുക്കറിയാം. ക്ലീൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കതിൽ നിന്നും അല്ലെ കൃത്യമായിട്ടുള്ള സേവനങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഹൗസ് കീപ്പിംഗ് അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്യാൻറ്റീൻ സർവീസുകളുണ്ട്, ലോണ്ടറി സർവീസ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, മെയിൻ്റനൻസ്, മോർച്ചറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എത്തിപ്പോകാം. കാരണം ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലാണ് നമ്മുടെ ക്ലാസ് അൺമ്യൂട്ടായിട്ട് തന്നെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. സോ ചെറിയ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തെങ്കിലും കാരണവശാല് നമ്മളുടെ ക്ലാസ് മ്യൂട്ട് ആക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കെ, ക്ലാസ് ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സാധാരണ രീതിയിൽ അൺമ്യൂട്ട് ആക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടിങ് ടൈമിൽ എന്തെങ്കിലും അറിയാനോ ഡൗട്ടുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അൺമ്യൂട്ട് ആക്കുന്നത്. പിന്നെ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ മ്യൂട്ട് ആക്കിയിട്ടാണ് ക്ലാസ് എടുക്കാറ്. പക്ഷെ ഇന്ന് ഇതിൽ മ്യൂട്ട് ആക്കിയിട്ടില്ല. സോ റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ ഓക്കെയാണ് അല്ലെ? ക്ലാസ്സിൽ കയറിയവരൊക്കെ ഓക്കെയാണ്, ക്ലിയർ അല്ലേ? ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ക്ലാസ്സിൽ കയറാത്തവർക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. സോറി, നെക്സ്റ്റ് ടൈമിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കാം. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.